ഇന്ത്യയും യുഎസും തമ്മിലുള്ള നിർദ്ദിഷ്ട ഇടക്കാല വ്യാപാര കരാർ ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ അന്തിമമാക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഈ കരാർ അമേരിക്കൻ തൊഴിലാളികൾക്കും വ്യവസായങ്ങൾക്കും നേട്ടമുണ്ടാക്കുന്ന വിധത്തിലായിരിക്കുമെന്നും പറഞ്ഞു. തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് പുറത്തുവിട്ട യുഎസും ഇന്ത്യയും ചരിത്രപരമായ വ്യാപാര കരാർ പ്രഖ്യാപിച്ചു എന്ന പേരിലുള്ള വിവരരേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന തീരുവ ഇതര നിയന്ത്രണങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടികൾ, അന്യായമായ വ്യാപാര നടപടികൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി, ബൗദ്ധിക സ്വത്തവകാശം, തൊഴിൽ നയം, തൊഴിലാളി അവകാശങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, സേവനം, നിക്ഷേപം, സർക്കാർ ആവശ്യങ്ങൾക്കായുള്ള വാങ്ങലുകൾ എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു. ഫലപ്രദമായ ഉഭയകക്ഷി വ്യാപാരത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഇടക്കാല വ്യാപാര കരാറിനുള്ള രൂപരേഖയുണ്ടാക്കിയതായി ഇന്ത്യയും യുഎസും സംയുക്ത പ്രസ്താവനയിലൂടെ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് വൈറ്റ് ഹൌസ് ഫാക്ട് ഷീറ്റ് പുറത്തുവിടുന്നത്. കരാറിലെ സുപ്രധാന വ്യവസ്ഥകളും അതിലുണ്ട്. യുഎസിന്റെ എല്ലാ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും വിവിധ ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ പൂർണ്ണമായും ഇളവ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്ന് അതിൽ പറയുന്നു. ഊർജം, IT, സാങ്കേതികവിദ്യ, കൃഷി, കൽക്കരി തുടങ്ങിയ വിവിധ മേഖലകളിലായി $50,000 കോടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടെന്ന് രേഖയിൽ പറയുന്നു. ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചില വിമാനങ്ങൾക്കും വിമാനഭാഗങ്ങൾക്കും മേലുള്ള നികുതി ഒഴിവാക്കും. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക വിഭവങ്ങൾക്കും നികുതി ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബദാം, പഴങ്ങൾ തുടങ്ങിയവയുടെ നികുതിയിലും ഇളവുണ്ട്. കരാർ വിജയകരമായി പൂർത്തിയാക്കുന്നതിലൂടെ മരുന്നുകൾ, രത്നം, വജ്രം എന്നിവയുടെ നികുതി അമേരിക്ക ഒഴിവാക്കും. ഇരു രാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള മേഖലകളിൽ വിപണി സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ബാധ്യതയുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. അമേരിക്കയിൽ ഇന്ത്യൻ അരി ഇറക്കുമതി ചെയ്യുന്നതിന് മുൻഗണന നൽകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. അമേരിക്കൻ മദ്യത്തിന് ഇന്ത്യയിൽ തീരുവ കുറയ്ക്കും. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന റബ്ബർ, പ്ലാസ്റ്റിക് തുണിത്തരങ്ങൾ, തുകൽ, ചെരുപ്പ്, വാഹന സ്പെയർ പാർട്സ് തുടങ്ങിയവയ്ക്ക് മേലുള്ള തീരുവയ്ക്കും ഇളവുണ്ടാകും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 18% കുറച്ചതുകൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന 25% അധിക പിഴ തീരുവ റദ്ദാക്കിക്കൊണ്ട് ട്രംപ് പ്രത്യേക ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി പകരം യുഎസിൽ നിന്ന് കൂടുതൽ ഊർജ്ജോൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിലാണ് പ്രത്യേക ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചാൽ തീരുവ തിരികെ ഏർപ്പെടുത്തുമെന്ന് പ്രത്യേക ഉത്തരവിൽ മുന്നറിയിപ്പുണ്ട്. അതേസമയം സംയുക്ത പ്രസ്താവനയിൽ റഷ്യൻ എണ്ണയെക്കുറിച്ച് പരാമർശമില്ല.